ഹോസ്പിറ്റൽ വൊക്കാബുലറി പാർട്ട് 2. ഇനി നമ്മൾ അടുത്തത് ഫാർമസിയിലേക്കായിരിക്കും. അതായത് മരുന്ന് മേടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് മെഡിസിൻ്റെ ഡോസേജ് ആയിരിക്കും. വാട്ട് ഈസ് ദ ഡോസേജ് ഓഫ് ദിസ് മെഡിസിൻ, അതായത് എപ്പോഴൊക്കെ എടുക്കണം, വെൻ ടു ടേക്ക് ദിസ് അല്ലെങ്കിൽ വെൻ ടു ഹാവ് ദിസ് എന്നുള്ളത് നമുക്ക് അവിടുത്തെ ഫാർമസിസ്റ്റിനോട് ചോദിക്കാം. അല്ലെങ്കിൽ എത്രത്തോളം മരുന്നെടുക്കണം, അല്ലെങ്കിൽ എത്ര റെഗുലറായിട്ട് നമ്മൾ മരുന്നെടുക്കണം, ഹൗ ഓഫൺ ഡു ഐ ഹാവ് ടു ടേക്ക് ദിസ് മെഡിസിൻ, ഹൗ മെനി ടൈംസ് എ ഡേ ഷുഡ് ഐ കൺസ്യൂം ദിസ് മെഡിസിൻ, ഒരു ദിവസത്തെ എത്ര തവണ ഞാൻ കഴിക്കണം എന്നുള്ളതൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി ചില സമയം ഡു യു ഹാവ് ഇറ്റ് ഇൻ സിറപ്പ് ഫോം ഇൻസ്റ്റെഡ് ഓഫ് പിൽ. ആക്ച്വലി നമ്മൾ ചില സമയത്ത് നമുക്ക് ഈ ഗുളിക കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അപ്പം നമ്മൾ അത് തന്നെ സിറപ്പായിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഡു യു ഹാവ് ഇറ്റ് ഇൻ സിറപ്പ് ഫോം ഇൻസ്റ്റെഡ് ഓഫ് ദി പിൽ, ടാബ്ലറ്റിൻ്റെ പകരം സിറപ്പ് ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുക. മിക്കവാറും കുട്ടികൾക്കൊക്കെ വേണ്ടി നമ്മളിത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമ്മുടെ എല്ലാം നമ്മൾ എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ സ്ലിപ്പിലോ അല്ലെങ്കിൽ ആ മെഡിക്കൽ ബില്ലിലോ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഇസ് എവറിത്തിങ് മെൻഷൻഡ് ഓൺ ദ സ്ലിപ്പ് അല്ലെങ്കിൽ ഇസ് എവറിത്തിങ് മെൻഷൻഡ് ഓൺ ദ മെഡിക്കൽ ബിൽ എന്ന് നമുക്ക് ചോദിക്കാം. എന്നിട്ട് വേർ ഡു ഐ പേ അല്ലെങ്കിൽ വേർ ഇസ് ദ ബില്ലിംഗ് കൗണ്ടർ. പിന്നെ നമ്മൾ എന്തായാലും പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. വേർ ഇസ് ദ ബില്ലിംഗ് കൗണ്ടർ, വേ ക്യാൻ ഐ പേ ദിസ്, പേ ദി എമൗണ്ട് എന്നൊക്കെ ചോദിച്ച് നമുക്ക് പാക്ക് ചെയ്തുകൊണ്ട് പോവാം. സോ ഇത്രയാണ് യൂഷ്വലി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പം നേരിടുന്ന സിറ്റുവേഷൻസ് അല്ലേ. സോ ഇതെല്ലാം ഇനി അടുത്ത തവണ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സിറ്റുവേഷൻസ് ആർക്കും വരാണ്ടിരിക്കട്ടെ. വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെയൊക്കെ പല സെൻറ്റൻസും വെച്ചിട്ട് അവിടെയുള്ള എന്ത് സിറ്റുവേഷനും ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് ടൈം വെൻ യു വിസിറ്റ് എ ഹോസ്പിറ്റൽ പ്ലീസ് മേക്ക് ഷുവർ ടു യൂസ് ദീസ് ഫ്രേസസ് വെൻ നീഡഡ്. ഓൾറൈറ്റ്, സോ ദാറ്റ് വാസ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ എവ്രിവൺ. ആൻഡ് ഓൾസോ കോഴ്സിനെ പറ്റി ഇങ്ങനെ പല കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ എന്തായാലും കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം. സോ കോഴ്സിനെ പറ്റി ബാക്കി കാര്യങ്ങൾ അറിയാനും ജോയിൻ ചെയ്യാനുമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൗൺസിലേഴ്സിനായിട്ട് ബന്ധപ്പെടുക. അപ്പം ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അതിനുശേഷം വേഗം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ എവറിബഡി. ബൈ. English Cafe. We present you the perfect English.